ഗതാഗത മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. 4 ദിവസത്തെ പരിശോധനയിൽ 8 ലക്ഷത്തിലധികം രൂപയാണ് പിഴ ചുമത്തിയത്. മൂന്നാറിലെ ഡബിൾ ഡക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയ മന്ത്രിക്ക് നേരെയാണ് ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാണിച്ചത്. ഡബിൾ ഡക്കർ ബസ് മൂന്നാറിലെ ടാക്സി തൊഴിലാളികളുടെ ഉപജീവനമാർഗം തകർക്കുമെന്നാരോപിച്ചായിരുന്നു തൊഴിലാളികളുടെ കരിങ്കൊടി പ്രതിഷേധം. തുടർന്ന് മേഖലയിലെ മുഴുവൻ ടാക്സി വാഹനങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകുകയായിരുന്നു. നിലവിൽ 4 ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 8 ലക്ഷത്തിലധികം രൂപ പിഴയായി ഈടാക്കി. 300-ലധികം കേസുകൾ ചാർജ് ചെയ്തു. ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആക്ടിയുടെ നേതൃത്വത്തിലുള്ള ടീമും പിന്നെ ഇടുക്കി ഓഫീസ് ആർടിഒയും സബ് ഓഫീസ് ദേവികുളം തൊടുപുഴ എല്ലാ സബ് ഓഫീസും ചേർത്തുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇപ്പോൾ മൂന്നാറിൽ ധാരാളം ഉണ്ടെങ്കിൽ രേഖകളില്ലാതെയും വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും സർവീസ് നടത്താനായിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. പിന്നെ ബസ്സുകളുടെ മുന്നിൽ പാർലർ സർവീസ്, അതായത് പെർമിറ്റിൽ അനുവദിച്ചിരിക്കുന്ന കൂടുതൽ ആളുകളെ കുത്തിക്കുറച്ചുകൊണ്ട് വാഹനങ്ങൾ സർവീസ് നടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പരാതികളും ധാരാളം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പല മേഖലകളിൽ നിന്നും പരാതികൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ചെക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ ടാക്സ്, ഫിറ്റ്നസ്, ഇൻഷുറൻസ് തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. രൂപമാറ്റം വരുത്തിയും മീറ്ററില്ലാതെയും ഓടിയ ഓട്ടോകൾക്കെതിരെയും നടപടിയെടുത്തു. അനുവദനീയമായതിനാൽ അധികം യാത്രക്കാരെ കയറ്റിയ വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 20 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മൂന്നാറിലേക്ക് സഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.